സാധാരണ പ്രമേഹ രോഗമുണ്ടെന്നറിയുമ്പോൾ പലരും മാനസികമായി തളർന്നു പോകുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ പ്രമേഹം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. ഈ രോഗത്തെ കീഴ്പ്പെടുത്താനായിട്ട് നമ്മുടെ ജീവിതശൈലി മാറ്റം വരുത്തണം, നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തണം, നമ്മുടെ വ്യായാമത്തിൽ മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതലും ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എക്സസൈസ്, വ്യായാമം ഒന്നുമില്ലാതിരിക്കുന്ന പല ആൾക്കാർക്കും പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത. കസേരകളിൽ മാത്രം ഇരിക്കുന്ന ജോലിക്കാർക്ക് അതിന് സാധ്യതയുള്ളതിനാൽ അവർ തീർച്ചയായിട്ടും രക്തത്തിൽ പഞ്ചസാര പരിശോധിക്കണം. പിന്നെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ, ഒരിക്കൽ പ്രമേഹ രോഗി ആയാൽ പിന്നെ അതിനകത്ത് രക്ഷയില്ല, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഒരുപക്ഷെ കിഡ്നി പോവുകയില്ലേ, കരൾ പോവുകയില്ലേ എന്നുള്ള ചിന്തകൾ പലരിലും. അങ്ങനെ അവർ പലപ്പോഴും ശരിയായ മരുന്ന് കഴിക്കാതെ, ശരിയായ രീതികൾ പാലിക്കാതെ ചിലപ്പോൾ മറ്റ് ഒറ്റമൂലികളിലേക്ക് മാറുകയും അങ്ങനെ രോഗം ഗുരുതരമാകുന്നതിന് സാഹചര്യം ഉണ്ടാവുകയും ആവശ്യമില്ലാത്ത, അറിവില്ലാത്ത, അതായത് യഥാർത്ഥത്തിൽ അറിയാത്ത മരുന്നുകൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ കിഡ്നി വരെ തകരാറിലായിരിക്കാം. പിന്നെ പലർക്കും ഒരു ധാരണയുണ്ട്, കിഡ്നി രോഗം വരുന്നത് മരുന്ന് കഴിച്ചിട്ടാണ്. മരുന്ന് കഴിക്കാതിരുന്നാൽ കിഡ്നിക്ക് രോഗം ഏറ്റവും പെട്ടെന്ന് വരും. അതിനാൽ നമ്മൾ പ്രമേഹ രോഗികൾ കൃത്യമായ മരുന്നുകളും ജീവിതശൈലിയും പിന്തുടരേണ്ടതാണ്. നമ്മൾ കിഡ്നി രോഗം വരുന്നത് ക്രമമായ രീതിയിൽ നമ്മളുടെ പ്രമേഹത്തെ നിയന്ത്രിക്കാത്തവരിലാണ് കിഡ്നി രോഗം ഏറ്റവും അധികം പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് ഇതിനെല്ലാം അതിജീവിക്കാനായിട്ട് നമ്മളുടെ ശരിയായ ആഹാരവും ശരിയായ മരുന്നും ജീവിത രീതിയുമാണ് ഏറ്റവും പ്രധാനം.